ഞാൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്, നമുക്ക് വായിക്കാം. ആ ഹദീസിന്റെ തലവാചകം തന്നെ എന്താണ്? ഒരു ബാബു കൊടുക്കണം ഇമാം മുസ്ലിം. ആ ബാബിന്റെ പേരെന്താ? ബാബു ജവാസി അഹദിൽ ഉജ്റത്തി അല റുഖിയത്തി ബിൽ ഖുർആനി വൽ അദ്കാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റുഖിയ നടത്തുന്ന ഒരാൾക്ക് ഹദിയ ആയിക്കൊണ്ടോ സമ്മാനമായിക്കൊണ്ടോ എന്തെങ്കിലും പ്രതിഫലം നൽകുകയാണെങ്കിൽ അത് വാങ്ങാം. അത് ചോദിച്ച് മേടിക്കാനല്ല. ഒരാൾ ഇങ്ങ് തരികയാണെങ്കിൽ വാങ്ങാം. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഈ ഹദീസ് തന്നെ വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. അബൂ സഈദ് അൽ ഖുദ്രി റിപ്പോർട്ട് ചെയ്യാണ്, നസൽന മൻസിലൻ, ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ, ഞാൻ ഹദീസിന്റെ ആശയം പെട്ടെന്ന് വായിച്ചു വിടാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സ്ത്രീ എവിടേക്ക് വന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ വിഷം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ഫഹൽ ഫീകും മിൻ റാഖ്, ഒരു റുക്കിയ മന്ത്രിക്കുന്ന ആൾ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ കൂടെ ഒരാൾ വന്നു, അയാൾ അദ്ദേഹം റുക്കിയ ചെയ്തു കൊടുത്തു. ഉമ്മുൽ കിതാബാണ് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതി. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പിന്നെ മുക്തമായി. അദ്ദേഹം ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് കൊടുക്കുക ഇത്. സക്കൗഞ്ഞ ലബന, അങ്ങനെ ഒരു ആട് കൊടുത്തു. അതിന്റെ ലബൻ ഒരു എന്ത് ചെയ്യുക, അത് കുടിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ കാണാൻ കഴിയുക. ഒരിക്കലും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം മുസ്ലിം പോലും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം, റുഖിയ നടത്തുന്നവർക്ക് പ്രതിഫലം ചോദിച്ചു മേടിക്കാം എന്ന് എഴുതി ഇവിടെ ഈ ബാബിൽ തന്നെ ഇല്ല. ഇത് തരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സമ്മാനമായിട്ട് ഇപ്പോൾ ഒരാളുടെ, ഇപ്പം നമ്മൾ പിന്നെ ഒരു റുഖിയ നടത്തുന്ന ഒരാളുടെ ആ റുഖിയയിലൂടെ ഒരാൾ രോഗത്തിൽ നിന്ന് ഭേദമാവുകയാണെങ്കിൽ അയാൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്ന എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നല്ല സന്തോഷമായിട്ട് കൊടുക്കാൻ വാങ്ങാം. പക്ഷെ അയാൾ ചോദിച്ചു മേടിക്കാൻ ഒരിക്കലും ഈ ഹദീസ് തെളിവല്ല. അതാണ് ഈ ഹദീസിന്റെ ബാബിൽ നിന്നും ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അഅലം.